2,13,103 വോട്ടർമാരാണ് ചേലക്കര മണ്ഡലത്തിലുള്ളത്. 180 ബൂത്തുകൾ ഇവർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്ര കവറേജ് വിവിധ ഇടങ്ങളിൽ നിന്ന്, മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാവിലെ തന്നെയുണ്ട്. ഇപ്പോൾ സുനിൽ അരുമാനൂരാണ് ആദ്യം ചേരുന്നത്. സുനിൽ ഉള്ളത് വള്ളത്തോൾ നഗർ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നാണ്. മറ്റ് ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികളും അല്പസമയത്തിനകം തന്നെ ചേരും. സുനിൽ, അങ്ങനെ ദീർഘദിവസങ്ങൾ നീണ്ട ഊർജിതമായ പ്രചാരണത്തിന് ശേഷം ഇന്ന് എല്ലാ തീരുമാനങ്ങളുമായി വിധിയെഴുതുകയാണ് വയനാടിനൊപ്പം ചേലക്കരയും. എല്ലാവിധമായ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെയും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. മോക്ക് പോളിംഗ് തുടങ്ങിയോ? കാവ്യ, ഇന്ന് ചേലക്കര നിയോജക മണ്ഡലം വിധിയെഴുതാൻ പോവുകയാണ്. അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വോട്ടർമാരെ കാത്ത് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുതുരുത്തി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ബൂത്തിലാണ്. ഇവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ മോക്ക് പോളിംഗ് ആരംഭിച്ചു. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോളിംഗിൻ്റെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്നേജന്റുമാരും ചേർന്ന് ഇപ്പോൾ മോക്ക് പോളിംഗ് നടത്തി മെഷീൻ്റെ പ്രവർത്തനം ഉറപ്പുവരുത്തുകയും അതിനകത്ത് വോട്ട് പതിയുന്നതും അത് കൃത്യമായി തന്നെ പതിയുന്നുണ്ടോ, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ഇവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. 7 മണി മുതൽ 6 മണി വരെയാണ് പോളിംഗിനുള്ള സമയം, വോട്ടർമാർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം. 180 ബൂത്തുകളാണ്, ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെ 180 ബൂത്തുകളാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ആകെയുള്ളത്. അതിൽ ഈ പറയുന്ന ഞാൻ നിൽക്കുന്ന വള്ളത്തോൾ നഗർ പഞ്ചായത്തിലും അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന മുള്ളൂർക്കര പഞ്ചായത്തിലും 20 ബൂത്തുകളാണ് വോട്ടിങ്ങിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ കൂടുതൽ വോട്ടർമാരുള്ള ബൂത്തുകളാണ് എന്ന പ്രത്യേകതയും ഈ 2 പഞ്ചായത്തുകൾക്കും ഉണ്ട്. നമുക്കറിയാം, ഇപ്രാവശ്യം കൂടുതൽ വോട്ടുകൾ ചേർത്ത് 10,000-ലധികം പുതിയ വോട്ടുകൾ കൂടി ഉണ്ട്. അത്തരം പുതിയ വോട്ടർമാർക്ക് അന്യ വോട്ട് രേഖപ്പെടുത്താനായി ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അതിൽ ആ പുതിയ വോട്ടുകൾ ചേർത്തതിൽ പകുതിയിലധികം വോട്ടുകളും വന്നിട്ടുള്ള ഒരു 2 പഞ്ചായത്തുകളാണ് ഞാൻ ഈ സൂചിപ്പിച്ച വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായി തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ വോട്ടെടുപ്പിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് വെബ്കാസ്റ്റിംഗ് സംവിധാനമാണ്. അതായത് ഒരു വോട്ടർ ക്യൂവിൽ നിൽക്കുന്നത് മുതൽ അയാൾ വോട്ട് രേഖപ്പെടുത്താനായി ഓരോ ഘട്ടങ്ങളിലേക്കും വെരിഫിക്കേഷൻ അടക്കം നമ്പർ കൊടുത്ത് വെരിഫിക്കേഷൻ നടത്തി ആധാർ കാർഡ് കാണിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ കാണിച്ച് വോട്ടിങ്ങിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വോട്ട് രേഖപ്പെടുത്തി അതിനുശേഷം പുറത്തേക്ക് വരുന്നത് ഉൾപ്പെടെയുള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനം അത് ചെറുതുരുത്തിയിലെ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാനാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാൻ സാധിക്കും. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ പഞ്ചായത്തിലുള്ള ബൂത്തുകളിലെല്ലാം മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 7 മണിക്ക് തന്നെ ക്യൂ ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിലൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ മറ്റു കർമ്മങ്ങളിലേക്ക് പോകാനായി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിലൊക്കെ ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഇത്തവണയും അത് തന്നെ നടക്കും എന്നാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ പോളിംഗ് സ്റ്റേഷൻ ബൂത്ത് നമ്പർ 36, 56, 114, 144 എന്നിവ മാതൃകാ പോളിംഗ് സ്റ്റേഷൻ. അതിൽ ഒരു മാതൃകാ പോളിംഗ് ബൂത്ത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ വോട്ടർമാരുടെ ഈ സുരക്ഷിതത്വമായി നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് കുടിവെള്ളം ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനും വെയിലേൽക്കാതെ ക്യൂ നിന്ന് വോട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ തന്നെ ഓരോ ബൂത്തുകളിലും എത്തി അക്കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തിയിരുന്നു. മറ്റൊരു കാര്യം, പോലീസിൻ്റെ സുരക്ഷ, കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ യാതൊരു തരത്തിലും വോട്ട് രേഖപ്പെടുത്താൻ വരുന്ന വോട്ടർക്ക് ബുദ്ധിമുട്ടില്ലാത്ത
തരത്തിൽ വോട്ട് സുരക്ഷിതമായി രേഖപ്പെടുത്തി മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, അതുപോലെ കള്ളവോട്ട് തടയുന്നതിന് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ, വെബ്കാസ്റ്റിംഗ് സിസ്റ്റം അടക്കമുള്ളവരും പോലീസിൻ്റെ നിരീക്ഷണവും ഒക്കെ ഉണ്ട്. പെട്രോളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ചുമതലയുള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ, 69ാം പോളിംഗ് സ്റ്റേഷൻ, അത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത്. മറ്റൊരു കാര്യം, റിസർവ് ബറ്റാലിയൻ്റെ ഒരു സുരക്ഷിതത്വം ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കേന്ദ്ര, അതായത് റിസർവ് ബറ്റാലിയനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷ നിയോഗിക്കുന്നത്, അതായത് ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടർമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നേരത്തെ കൂട്ടി തന്നെ അത് തടയുന്നതിനും അതിനു വേണ്ട നടപടി എടുക്കുന്നതിനുമാണ് അത്തരം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഈ സ്ഥാനാർത്ഥികളൊക്കെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനായി പോകും. അത് നമ്മുടെ പ്രതിനിധികൾ തന്നെ അതാത് പഞ്ചായത്തുകളിൽ നിന്ന് അത്തരം വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു വൃശ്ചിക മാസത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് അത് വന്നാലുടൻ തന്നെ 7 മണി മുതൽ തന്നെ നമുക്ക് ക്യൂ ആരംഭിക്കും എന്നുള്ള ഒരു ഇതാണ്. എങ്കിലും സുനിൽ, ഇപ്പോൾ ഒരു സാധ്യതകൾ വലിയൊരു ആവേശത്തിൽ നിന്ന് രാവിലെ തന്നെ കഴിവതും വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്കിംഗ് ഡേ അടക്കമാണ്. അപ്പോൾ ഒരു ജോലി തിരക്കിലേക്കൊക്കെയും തിരികെ പോകുന്നതിനുള്ള ഒരു സാധ്യതകളൊക്കെയും ഒരുക്കുകയായിരിക്കും. പ്രത്യേകിച്ച് തിരക്കില്ലാത്ത ഒരു സമയം നോക്കിയായിരിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം സാധാരണഗതിയിൽ കണ്ടുവരുന്നത് പോലെ അങ്ങനെ തന്നെ ഒരു തീരുമാനമൊക്കെയും വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും കാവ്യ, കാരണം അത് ഈ സ്ത്രീ ജനങ്ങൾ, അതായത് സ്ത്രീകൾ രാവിലെ ഒന്നുകിൽ അവർ ജോലിയൊക്കെ തീർക്കുന്നതിന് മുന്നോടിയായി പെട്ടെന്ന് വന്ന് കാര്യങ്ങൾ നടത്തിയ ശേഷം വീട്ടു ജോലിയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് സാധാരണ നമ്മൾ പോളിംഗ് സമയത്ത് കാണുന്നത്. അല്ലെങ്കിൽ അവർ ഉച്ചയ്ക്ക് ശേഷം, നല്ല രീതിയിലുള്ള ചൂടുണ്ട്, കാരണം കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ രാത്രി വൈകി വരുമ്പോൾ, അതായത് രാത്രി ഒരു അർദ്ധരാത്രിയിലോട് വരുമ്പോൾ മാത്രം നേരിയ രീതിയിൽ കാലാവസ്ഥ ടെമ്പറേച്ചർ ചൂട് മാറി ഒരു ചെറിയ തണുപ്പ് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ പുലർച്ചെ ഒരു 8 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ചൂടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചൂടിൻ്റെ ആഘാതം ഒഴിവാക്കുന്നതിന് വേണ്ടി വോട്ടർമാർക്ക് വെയിൽ കൊള്ളാതെ നിന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വോട്ടിങ്ങുമായി അല്ലെങ്കിൽ പോളിംഗ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകൾക്കും അർദ്ധ സർക്കാർ ഓഫീസുകൾക്കും ഒക്കെ ജില്ലാ കളക്ടർ, ഭരണാധികാരിയായ ജില്ലാ കളക്ടർ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു മേഖലകളിലേക്ക്, സ്വകാര്യ മേഖലകളിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലിൽ പോകുന്നവർക്ക് രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോകാനുള്ള സൗകര്യവും ഉണ്ട്. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും വോട്ടർമാർക്ക് ഉണ്ടാവില്ല. കാരണം ഏത് സമയത്ത് വന്നും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വോട്ട് ഇട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉദ്യോഗസ്ഥർ ഒരുക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ, കാരണം സ്പെയർ മെഷീൻസ്, വോട്ടിംഗ് മെഷീൻസ്, EVM ഇലക്ട്രോ മെഷീൻസൊക്കെ സ്പെയറായിട്ട് തന്നെ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മെഷീൻ പണിമുടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പോളിംഗ് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കളക്ടറേറ്റിൽ തന്നെയാണ് പോളിംഗിൻ്റെ ശതമാനം, അത് പ്രത്യേക കൺട്രോൾ റൂം വെച്ച് ഓരോ പഞ്ചായത്തുകളിലെയും ഓരോ മണിക്കൂറിലും പോളിംഗിൻ്റെ ശതമാനം കൃത്യമായി മാധ്യമങ്ങളെയും ജനങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാ കൺട്രോൾ റൂമുകളും കൃത്യമായി ഇന്നലെ തന്നെ പ്രവർത്തിച്ച് അതിൻ്റെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കളക്ടർ തന്നെ ഇന്നലെ പറഞ്ഞത്. ഇവിടെ ഈ ചെറുതുരുത്തിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ഇന്നലെ നടന്നത്. ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് പ്രത്യേകിച്ചുള്ള ഈ വെബ്കാസ്റ്റിംഗ് സംവിധാനവും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ഇവിടുത്തെ ഈ 2 പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം 7 മണിക്ക് തന്നെ ക്യൂ ആരംഭിക്കുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ ഇവിടെ കണ്ടുവരുന്നതെന്നാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വള്ളത്തോൾ നഗറിലാണ്, ചെറുതുരുത്തിയിലാണ് കലാമണ്ഡലം ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. കലാമണ്ഡലത്തിൻ്റെ ഒരു ആസ്ഥാനം കൂടെയാണ് ഈ പഞ്ചായത്ത് എന്ന് പറയുന്നതും. അതുപോലെ തന്നെ കൂടുതൽ വോട്ടർമാർ കൂടുതലുള്ള 2 പഞ്ചായത്തുകളാണ് ഈ 2 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ മൊത്തത്തിൽ എടുക്കുമ്പോൾ 9 പഞ്ചായത്തുകളാണ്. 9 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്താണ് LDFന് ഭരണമുള്ളത്, 3 പഞ്ചായത്തുകൾ UDF ആണ് ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വളരെയധികം പ്രതീക്ഷയുള്ള 2 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതും ഈ കാര്യം സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഇന്ന് ഇപ്പോൾ നമുക്ക് 7 മണി മുതൽ വളരെ വ്യക്തമായിട്ട് പ്രേക്ഷകരിലേക്ക് ഓരോ മിനിറ്റുകളിലും കൃത്യമായ അപ്ഡേഷൻസ്, ഇലക്ട്രൻ്റെ അപ്ഡേഷൻസ്
നൽകാൻ കൈരളി ടീം ഈ ഓരോ പഞ്ചായത്തുകളിലും സന്നദ്ധരായി നിൽപ്പുണ്ട്. അപ്പോൾ ഓരോ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഓരോ വിവരങ്ങളും കൃത്യമായി തന്നെ നമുക്ക് ഓരോ മിനിറ്റുകളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മോക്ക് ഡ്രില്ല് ഇപ്പോൾ നടന്നത് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ബൂത്തിലും ഇതുപോലെ മോക്ക് ഡ്രിൽ മോക്ക് പോളിംഗ് ഇതിനകത്ത് നടക്കുകയാണ്. 7 മണി മുതൽ തന്നെ വോട്ടിംഗ് ആരംഭിക്കും. 6 മണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവസാനം നിൽക്കുന്ന ആളിന് ടോക്കൺ കൊടുത്തുകൊണ്ട് ആണ് ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അവസാനം ആരാണോ ക്യൂ നിൽക്കുന്നത് അവിടെ നിന്ന് ടോക്കൺ കൊടുത്ത് അതിനുശേഷം വരുന്നവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായി നമുക്ക് പ്രേക്ഷകരോട് അല്ലെങ്കിൽ വോട്ടർമാരോട് പറയാനുള്ളത്, ചേലക്കരയിലെ വോട്ടർമാർ കൃത്യമായി രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗപ്പെടുത്താൻ വേണ്ടി കളക്ടർ തന്നെ ഇന്നലെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് സുരക്ഷിതമായി വോട്ട് രേഖപ്പെടുത്തുക അവരുടെ ഒരു അവകാശമാണ് വോട്ടെന്ന് പറയുന്നത്. അത് കൃത്യമായി രേഖപ്പെടുത്തി അവരുടെ സമ്മതിദാന അവകാശം അവരുടെ അവകാശം വിനിയോഗിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്. ഏതായാലും 7 മണിക്ക് നമുക്ക് കൃത്യമായ മറ്റ് വിവരങ്ങളിലേക്ക് പോകാം. കാവ്യ.